ഹായ്, എല്ലാവർക്കും ഇംപ്രിൻസ് അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ നഴ്സിംഗ് സിലബസിലെ എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് ഡിസ്കഷൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A 40-year-old male patient has a chest tube following cardiac surgery. The chest tube is patent and functioning. When the nurse removes the dressing, the tube falls out of the chest. Which is the most appropriate initial intervention that the nurse should take? Option: reinsert the chest tube and notify the surgeon. Apply an occlusive dressing to the insertion site. Place the open end of the tube in 2 to 4 centimeters of sterile water. Administer oxygen at 10 liters per minute via non-rebreather mask. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചെസ്റ്റ് ട്യൂബ് ഉള്ള പേഷ്യന്റ് ആണ്, പക്ഷേ ആക്സിഡന്റലി ഈ ചെസ്റ്റ് ട്യൂബ് പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്? അപ്പോൾ ഇതിങ്ങനെ ആക്സിഡന്റലി ഈ ഒരു ചെസ്റ്റ് ട്യൂബ് ഇൻസർഷൻ സൈറ്റിൽ നിന്നും പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്. ബിക്കോസ് ഈ ചെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് പ്ലൂറൽ സ്പേസിലേക്കാണ്. പ്ലൂറൽ സ്പേസിലുള്ള എയർ, ഫ്ലൂയിഡ് ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ചെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് ട്യൂബ് ഈ ഒരു ഇൻസർഷൻ സൈറ്റിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പേസിലൂടെ എയറിനൊക്കെ എയർ ക്യാൻ എൻറ്റർ ഇൻ ടു ദ പ്ലൂറൽ സ്പേസ് ആൻഡ് ദാറ്റ് ക്യാൻ കോസ് ഫർദർ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി നഴ്സ് എന്ത് ചെയ്യണം? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റീഇൻസേർട്ട് ദ ചെസ്റ്റ് ട്യൂബ് ആൻഡ് നോട്ടിഫൈ ദ സർജൻ. ആ ഒരു ഓപ്ഷൻ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് ഒരു തെറ്റായ ഓപ്ഷൻ ആണ്. ബിക്കോസ് ഇൻസേർഷൻ ഓഫ് ദ ചെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് നോട്ട് ദി ആൻസർ ആൻഡ് ദിസ് ഇസ് നോട്ട് ദി ഫസ്റ്റ് ഓപ്ഷൻ ഓൾസോ. ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് അപ്ലൈ ആൻ ഒക്ലൂസീവ് ഡ്രസ്സിംഗ് ടു ദ ഇൻസർഷൻ സൈറ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഒരു ഒക്ലൂസീവ്, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യുക. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ചെസ്റ്റ് ട്യൂബ് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇൻസർഷൻ സൈറ്റ് ഉടനെ തന്നെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഉപയോഗിക്കേണ്ട ഡ്രസ്സിംഗ് ഒരു സ്റ്റെറൈൽ ഡ്രൈ ഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഒക്ലൂസീവ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടെ നോക്കാം. ദ തേർഡ് ഓപ്ഷൻ ഈസ് പ്ലേസ് ദി ഓപ്പൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഇൻ 2 to 4 centimeters ഓഫ് സ്റ്റെറൈൽ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നേനെ, പക്ഷേ ക്വസ്റ്റ്യനില് ഈ ചെസ്റ്റ് ട്യൂബ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ഡ്രെയിനേജ് യൂണിറ്റ് എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ, ഓക്കെ, സോ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് യൂണിറ്റിൽ നിന്നാണ് റിമൂവ് ആയതെങ്കിൽ, അവിടെ നിന്നാണ് ഇത് പുൾ ഔട്ട് ആയതെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെസ്റ്റ് ട്യൂബിന്റെ എൻഡ് ഒരു സ്റ്റെറൈൽ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോഴേക്കും എയർ എൻട്രീന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എയർ പിന്നെ അഗെയിൻ പ്ലൂറൽ സ്പേസിലേക്ക് എൻറ്റർ ആകത്തില്ല. സോ സ്റ്റെറൈൽ വാട്ടറിലോ നോർമൽ സലൈനിലോ ഡിപ്പ് ചെയ്യുക 2 to 4 centimeters. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും റീഡ് ചെയ്യണം. എവിടെ നിന്നാണ് ഈ ചെസ്റ്റ് ട്യൂബ് റിമൂവ് ആയത്? ഇൻസർഷൻ സൈറ്റിൽ നിന്നാണ് റിമൂവ് ആയതെങ്കിൽ അവിടെ ഒരു ഒക്ലൂസീവ് ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യണം ഉടനെ തന്നെ. ഇനി ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് യൂണിറ്റിൽ നിന്നാണ് റിമൂവ് ആയതെങ്കിൽ അവിടെ ചെയ്യേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ചെസ്റ്റ് ട്യൂബിന്റെ എൻഡ് NS അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ നഴ്സ് is preparing to administer an intravenous infusion of 2000 ml of Ringer's lactate over 12 hours. The administration set has a chamber that delivers 15 drops per ml. How many drops per minute should be administered? ഇവിടെ drops per minute ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഫോർമുല കുട്ടികൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദി ഫോർമുല ഈസ് drops per minute is equal to amount of fluid to be infused in ml into drop factor divided by time in hours into 60. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. amount of fluid to be infused, that is 2000 ml. ml ലാണ് എഴുതേണ്ടത്, 2000 ml ആണ്.
And drop factor പറഞ്ഞിട്ടുണ്ട്. Drop factor is 15 and divided by time in hours. Time in hours ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12 hours. So 12 hours into 60. അപ്പോൾ അത് നമ്മൾ എടുത്തെഴുതുക. 2000, amount is 2000 into drop factor, that is 15 divided by time in hours into 60. 12 into 60. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 42 ആണ്. So the answer is 42. അപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻസും ഫ്ലൂയിഡ് കാൽക്കുലേഷൻസും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോമെട്രിക് എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും കാൽക്കുലേഷൻസ് ഫോർമുല വളരെ തറോ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇനി OBGയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. A 28-year-old pregnant woman at 9 weeks gestation presents with vaginal bleeding. During assessment, the nurse found that fundal height is increased compared to gestational age. Which of the following is the most likely diagnosis? Options: placenta previa, abruptio placenta, ectopic pregnancy, hereditary more. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 9 weeks ഗസ്റ്റേഷനിലുള്ള ഒരു വുമൻ, അവർക്ക് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ട്, പിന്നെ ഫണ്ടൽ ഹൈറ്റ് കൂടുതലാണ്. ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഗസ്റ്റേഷണൽ വീക്ക് 9 weeks ആയിട്ടുള്ളൂ, അതായത് എയർലി പ്രഗ്നൻസി ആണ്. ആൻഡ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ട്, ഫണ്ടൽ ഹൈറ്റ് ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളോട് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏത് ഡയഗ്നോസിസ് ആയിരിക്കും? ഈ ഒരു ഓപ്ഷൻസ് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ഈ 4 ഓപ്ഷൻസിലും 4 കണ്ടീഷൻസിലും വജൈനൽ ബ്ലീഡിംഗ് ഉണ്ട്. സോ ബ്ലീഡിംഗ് ഈസ് കോമൺ ഫോർ ഓൾ ദിസ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യും? അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നോക്കേണ്ടത് ഗസ്റ്റേഷണൽ ഏജ് ആണ്. 9 weeks ഏർലി പ്രഗ്നൻസി. ഏർലി പ്രഗ്നൻസിയിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാവുന്ന 2 കണ്ടീഷൻസ് ഇതിലുള്ളൂ. അത് എക്ടോപിക് പ്രഗ്നൻസിയും ഹൈഡേറ്റഡ് ഫോമോളും ആണ്. ആദ്യത്തെ 2 ഓപ്ഷൻസ് പ്ലാസന്റ പ്രീവിയ ആൻഡ് അബ്രപ്ഷ്യോ പ്ലാസന്റ, ഇവിടെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ്, ഇതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഒരു 28 weeksന് ശേഷമായിരിക്കും. അപ്പൊ നമുക്ക് എയും ബിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി ഈ 2 കണ്ടീഷനിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും ഇത്? അപ്പൊ ഇവിടെ രണ്ടാമത് അവരൊരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്, ഫണ്ടൽ ഹൈറ്റ് ഇൻക്രീസ്ഡ് ആണ്. ഫണ്ടൽ ഹൈറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ സൈസ് കൂടുതലാണ്. യൂട്രസിന്റെ സൈസ് കൂടുതലാകുന്നത് ഹൈഡേറ്റഡ് ഫോർ മോൾ ഉണ്ടാകുമ്പോഴാണ്. മോളാർ പ്രഗ്നൻസി എന്ന് പറയും. സോ ആൻസർ ഈസ് ഡി, ഹൈഡേറ്റഡ് ഫോർ മോൾ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇതിൽ നിന്ന് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. അടുത്തത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ വുമൻ ഡെലിവേർഡ് ഹെർ ബേബി ബോയ് 3 hours ago with caput succeeded. Which of the following does the nurse expect to find when she examines the newborn baby's caput? Fluid inside bone layers, a mass with clear edges that end at the suture line, a hard mass that is filled with blood, soft fluctuant mass filled with fluid. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ക്യാപ്പൂട്ട് സക്സീഡിന്, കുട്ടിക്ക് ക്യാപ്പൂട്ട് സക്സീഡിനും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്ത് ഫൈൻഡിങ് ആണ് നേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ്പൂട്ട് സക്സീഡിനും സിഫാലോ ഹെമറ്റോമയും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. കാരണം 2 കണ്ടീഷനിലും കുട്ടിയുടെ ഹെഡിന് ഒരു അബ്നോർമൽ ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരു സ്വെല്ലിംഗ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ക്യാപ്പൂട്ട് സക്സീഡിനും ആണെങ്കിൽ അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആയിരിക്കും. ബട്ട് സിഫാലോ ഹെമറ്റോമ ആണെങ്കിൽ അവിടെ ബ്ലഡ് ആണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്യാപ്പൂട്ട് സക്സീഡിനും ആണെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് സ്കാൾപ്പിന്റെ ലെയറിനുള്ളിലായിരിക്കും, വിത്തിൻ ദി സ്കാൾപ്പ് ആയിരിക്കും. ബട്ട് സിഫാലോ ഹെമറ്റോമയിൽ ദിസ് ബ്ലഡ് ഈസ് അക്യുമുലേറ്റഡ് വിത്തിൻ ദി പെരിയോസ്റ്റിയം, സോ ബോൺ ലെയറിനുള്ളിലാണ്. ഇനി മൂന്നാമത് ഓർക്കേണ്ടത് ക്യാപ്പൂട്ട് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ക്രോസ് ദി സ്യൂച്ചർ ലൈൻ, സ്യൂച്ചർ ക്രോസ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് സിഫാലോ ഹെമറ്റോമ ദിസ് കനോട്ട് ക്രോസ് ദി സ്യൂച്ചർ ലൈൻ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 ഡിഫറൻസിൽ നിന്നും നിങ്ങൾ ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് ക്യാപ്പൂട്ടിന്റെ ഫീച്ചർ? ദി ഫസ്റ്റ് ഓപ്ഷൻ ഫ്ലൂയിഡ് ഇൻസൈഡ് ബോൺ ലെയർ. ബോൺ ലെയർ നമ്മൾ പറഞ്ഞു, ബോൺ ലെയറിൽ വരുന്നത് സിഫാലോ ഹെമറ്റോമയാണ്, പക്ഷെ അവിടെ ഫ്ലൂയിഡ് അല്ല, ബ്ലഡ് ആണ് അക്യുമുലേറ്റ് ആകുന്നത്. സോ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തേത് എ മാസ് വിത്ത് ക്ലിയർ എഡ്ജസ് ദാറ്റ് എൻഡ് അറ്റ് ദി സ്യൂച്ചർ ലൈൻ. എൻഡ് അറ്റ് ദി സ്യൂച്ചർ ലൈൻ എന്ന് പറഞ്ഞാൽ സ്യൂച്ചർ ക്രോസ് ചെയ്യുന്നില്ല. സ്യൂച്ചർ ക്രോസ് ചെയ്യാത്തത് സിഫാലോ ഹെമറ്റോമയാണ്. അപ്പോൾ ബിയും നമ്മൾ കട്ട് ചെയ്തു.
A hard mass that is filled with blood. Already ഞാൻ പറഞ്ഞു blood accumulate ചെയ്യുന്നത് cephalohematoma. അപ്പോൾ 3 ഓപ്ഷൻസ് ഓൾറെഡി റോങ് ആണെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം. Soft fluctuant mass filled with fluid. So ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ D ആണ്. Next is community health nursing question. The nurse should understand that at least one dose of the following vaccination is recommended for the patient after the age of 65 years. അതായത് 65 വയസ്സ് കഴിഞ്ഞവർക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് എങ്കിലും എടുക്കേണ്ട ഒരു വാക്സിൻ ഏതാണ്? വേരിസെല്ല, ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് ബി, ന്യൂമോകോക്കൽ. നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. എൽഡർലി ആയിട്ടുള്ള ഒരാള്, അവർക്ക് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ഏതാണ് ഇതില്? അപ്പം അങ്ങനെ പ്രായമാകുന്നവരില് കൂടുതലായിട്ട് വരാൻ അവർക്ക് റിസ്ക് ഉള്ളത് ന്യൂമോണിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 65 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കണം. CDCയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് every person after the age of 65 years should take pneumococcal vaccine. Correct answer D ആണ്. ഇനി മെന്റൽ ഹെൽത്ത് നഴ്സിംഗിലെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ the question is like this. A 40-year-old woman patient is admitted with Parkinson's disease. Which type of diet is most suitable for her? പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരു വുമൺ, അവർക്ക് ഏത് ടൈപ്പ് ഡയറ്റ് ആണ് കൊടുക്കേണ്ടത്? സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ്, ക്ലിയർ ലിക്വിഡ്, ഏത് ഡയറ്റ് ആയിരിക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്? പാർക്കിൻസൺ ഡിസീസിന്റെ ഒരു മെയിൻ സിംറ്റം ആണ് മസിൽ റിജിഡിറ്റി. അപ്പോൾ ഇവിടുത്തെ ഫേഷ്യൽ ആൻഡ് ജോ മസിൽസിന് റിജിഡിറ്റി സംഭവിക്കുമ്പോൾ the patient will have difficulty in swallowing as well as chewing. Chewing, ചവയ്ക്കുക, swallow ചെയ്യുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഡിസ്ഫേജിയ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ഡയറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒബ്വിയസ്ലി സോളിഡ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് സ്വാളോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി 3 ഓപ്ഷൻസ് ആണുള്ളത്. ലിക്വിഡ്, സെമി സോളിഡ്, ക്ലിയർ ലിക്വിഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സെമി സോളിഡ് ഡയറ്റ് ആണ് പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം നഴ്സിംഗ് റിസർച്ച്. എ നഴ്സ് ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ റിസർച്ച് പ്രോജക്ട്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു ബി ഐഡന്റിഫൈഡ് ഫസ്റ്റ്? അപ്പോൾ ഒരു നഴ്സ് ഒരു റിസർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് പ്രോബ്ലം, റിസർച്ച് സെറ്റിംഗ്, അനാലിസിസ് പ്ലാൻ, സാമ്പിൾ സൈസ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യണം, റിസർച്ച് ടോപ്പിക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ദി ആൻസർ ഈസ് എ, റിസർച്ച് പ്രോബ്ലം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫ്രം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. A head nurse of a coronary care unit delegated staff scheduling to a senior nurse in that unit. Which of the following steps must the head nurse implement before delegating task? അപ്പോൾ delegation regarding ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഹെഡ് നഴ്സ് ഒരു സീനിയർ നഴ്സിന് ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. എന്ത് ടാസ്ക് ആണ് കൊടുത്തത്? സ്റ്റാഫ് ഷെഡ്യൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് കാര്യമാണ് ഹെഡ് നഴ്സ് അവിടെ തിങ്ക് ചെയ്യേണ്ടത്? ഓക്കെ, സോ ഓപ്ഷൻസ്: നെഗോഷിയേറ്റ് വിത്ത് ദ സീനിയർ, ടേക്ക് സിഗ്നേച്ചർ ഓഫ് ദി സീനിയർ, എക്സ്പ്ലെയിൻ ടാസ്ക് ടു ദി സീനിയർ, മേക്ക് ഷുവർ ദി ഹോസ്പിറ്റൽ പോളിസീസ് ഫോർ ഡെലിഗേറ്റിംഗ് ടാസ്ക്. ഡെലിഗേഷൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു ടാസ്ക് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? ദേ ഷുഡ് ചെക്ക് ദി ഹോസ്പിറ്റൽ പോളിസീസ്. അപ്പോൾ ചില ടാസ്കുകൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, രജിസ്റ്റേർഡ് നഴ്സിന് ഈ സ്റ്റാഫ് ഷെഡ്യൂളിംഗ് എന്ന ഒരു ടാസ്ക് വേറൊരു അസിസ്റ്റന്റ് നഴ്സിന് ഒരുപക്ഷെ കൊടുക്കാൻ പറ്റില്ലായിരിക്കും ആസ് പെർ ദർ ഹോസ്പിറ്റൽ പോളിസീസ്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യണം. ഈ ഒരു സീനിയർ നഴ്സിന്റെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഒരു കാര്യം ഇൻക്ലൂഡഡ് ആണോ? Is she able to do this staff scheduling? അത് ആദ്യം ചെക്ക് ചെയ്യണം. സോ ഫോർ ദാറ്റ്
ഷീ ഷുഡ് ചെക്ക് ദി ഹോസ്പിറ്റൽ പോളിസി ഫസ്റ്റ്. അതിനുശേഷം പിന്നെ എക്സ്പ്ലെയിൻ ദി ടാസ്ക്, ഈ കാര്യങ്ങളെല്ലാം ഈ ഓപ്ഷൻസ് ഒക്കെ വരും. പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഹോസ്പിറ്റൽ പോളിസി നോക്കണം. ഈ ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ഒരു കാര്യമാണോ, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിൽ എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനും. കാരണം പ്രോമെട്രിക് എക്സാംസിൽ എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഇനിയും ഉണ്ടാകും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ.